ഇനി നമുക്ക് ദശകം 93 ആരംഭിക്കാം. 24 ഗുരുക്കന്മാർ എന്നാണ് ഈ ദശകത്തിൻ്റെ പേര്. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 7-ാം അധ്യായം മുതൽ 3 അധ്യായങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്ന ഉദ്ധവനും ഭഗവാനും ആയിട്ടുള്ള സംവാദമാണ് ഈ ഒരു ദശകത്തിൽ ചുരുക്കി പറയണത്. അപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ ഒരുങ്ങിയ സമയത്ത് തൻ്റെ പ്രിയ ഭക്തനും ദാസനുമായ ഉദ്ധവരോട് എന്ത് ചെയ്യാനാണോ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അതേ കാര്യമാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് ഭഗവാനോട് പറയണതായിട്ട് ഈ ആദ്യ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം വായിക്കാം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേഥോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. എന്താണ് ഈ ശ്ലോകത്തിൽ പറയണത് എന്ന് നോക്കാം. ആദ്യം എന്താ പറയണത്? മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനോട് പറയണതായിട്ടാണ് ഈ ശ്ലോകം. അപ്പോൾ ആദ്യം എന്താ പറയണത്? ബന്ധുസ്നേഹം വിജഹ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം പറയണത് ബന്ധുസ്നേഹം, ബന്ധുക്കളോടുള്ള സ്നേഹത്തിനെ വിജഹ്യാം, ഞാൻ ഉപേക്ഷിക്കാം. സ്വന്തം ആൾക്കാരോടുള്ള അറ്റാച്ച്മെൻറ്റ് ഞാൻ വേണ്ട എന്ന് വയ്ക്കാം. ബന്ധുക്കളോടുള്ള സ്നേഹം എന്നാൽ മമത, മമ പറഞ്ഞ എൻ്റെ, മമത അവരോടുള്ള എൻ്റെ എന്നുള്ള എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ മക്കള്, എൻ്റെ വീട്, അങ്ങനെയുള്ള ആ മമത അതൊക്കെ ഞാൻ ഉപേക്ഷിക്കാം എന്നാണ് ആദ്യം പറയണത്. എന്നിട്ട് എൻ്റെ എന്നുള്ള ആ ബോധം ഞാൻ ഉപേക്ഷിച്ചു കൊള്ളാം. തവഹി കരുണയ, ഭഗവാനെ അങ്ങയുടെ കരുണ കൊണ്ട് മാത്രം. തവഹി കരുണയ, അങ്ങ് കരുണ ചെയ്താൽ മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാനെ അങ്ങയുടെ കരുണയാൽ. ത്വയി ഉപാവേശിതാത്മാ, ത്വയി ഉപാവേശിത ആത്മ, ത്വയി നിന്തിരുവടിയിൽ. മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ്, അങ്ങയിൽ ഉപാവേശിത ആത്മ, ഉപാവേശിത പ്രവേശിപ്പിക്കപ്പെട്ട ആത്മാ പറഞ്ഞ ഇവിടെ മനസ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങയിൽ പ്രവേശിപ്പിക്കപ്പെട്ട മനസ്സോട് കൂടിയവനായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ മനസ്സ് അങ്ങയിൽ നന്നായി ഉറപ്പിച്ചിട്ട് എന്നർത്ഥം എടുക്കാം. ത്വയ്യ് ഉപാവേശിതാത്മാ, അങ്ങനെ എൻ്റെ മനസ്സിനെ അങ്ങയിൽ നന്നായി ഉറപ്പിച്ചിട്ട് സർവം ത്യക്ത്വാ, എല്ലാം ഉപേക്ഷിച്ചിട്ട്, സകലതിനെയും ഉപേക്ഷിച്ചിട്ട് ചരേയം, ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. അതായത് കുടുംബത്തിൽ ഇരുന്നാൽ പിന്നെ വീണ്ടും ഈ സ്നേഹബന്ധങ്ങളൊക്കെ കൂടി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ വീട് വിട്ടിട്ട് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാം എന്നാണ് പറയണത്. ബന്ധുക്കളോട്, സ്വന്തക്കാരോട്, വീട്ടുകാരോടുള്ള സ്നേഹമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനിൽ മാത്രം മനസ്സ് ഉറപ്പിച്ചിട്ട് ഞാൻ ഈ ഭൂമിയിൽ അങ്ങനെ സഞ്ചരിച്ചു കൊള്ളാം. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണത് എന്താണെന്ന് വെച്ചാൽ കുടുംബം വിട്ടുപോയി വേറൊരു സ്ഥലത്ത് പോയിട്ടും സ്ഥിരതാമസം ഒരു സ്ഥലത്തായി പിന്നെ അവിടെ ഉള്ള ആൾക്കാരോട് സ്നേഹബന്ധങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടാവുകയും ഒരു സ്ഥലത്തിന് താമസിച്ചാൽ. അപ്പം ഇങ്ങനെ സ്നേഹബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാണ്ട് അങ്ങനെ സഞ്ചരിച്ചും കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ്. അപ്പം ഞാൻ അങ്ങനെ സ്വന്തക്കാരോടുള്ള സ്നേഹമൊക്കെ ആകെ ഉപേക്ഷിച്ചിട്ട് മനസ്സ് ഭഗവാനെ അങ്ങയിൽ മാത്രം ഉറപ്പിച്ചിട്ട്
എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ സഞ്ചരിച്ചു കൊള്ളാം എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് സകലമപി ജഗത് വീക്ഷ്യ മായാവിലാസം, അങ്ങനെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഈ സകലമപി ജഗത് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും, ദി എൻറ്റയർ യൂണിവേഴ്സ് എല്ലാം തന്നെ വീക്ഷ്യ മായാവിലാസം, മായാവിലാസമായിട്ട് കണ്ടിട്ട്, അതായത് ഈ ജഗത്തിൽ കാണുന്നത് ഒന്നും തന്നെ സത്യമായിട്ടുള്ളതല്ല, എല്ലാം മായ കൊണ്ട് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഭഗവാനെ, അങ്ങയുടെ ഒരു ഇന്ദ്രജാലം, അങ്ങ് കാണിക്കുന്ന ഒരു ഇന്ദ്രജാലം മാത്രമാണ് ഈ ജഗത്ത് മുഴുവന്, അതൊന്നും ശരിക്കുള്ളതല്ല എന്നാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട്, അതായത് നമ്മൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാൽ കാണുന്നതും കേൾക്കുന്നതുമായ സർവവും നശ്വരവുമാണ്, മനസ്സിനാൽ കൽപ്പിക്കപ്പെട്ടതാണ്, അതൊന്നും വാസ്തവത്തിൽ ഉള്ളതല്ല, മായാകൽപ്പിതമാണ് എന്ന് നിശ്ചയിച്ചിട്ട് ആ വസ്തുക്കളോടൊക്കെ ഉള്ള സ്നേഹം അങ്ങനെ ഉറപ്പിച്ചാൽ പിന്നെ അവയോടൊക്കെയുള്ള സ്നേഹം ഇല്ലാതാക്കാൻ എളുപ്പമായില്ലോ. അതാണ് അപ്പം ജഗത്തിനെ ആകെ മായാവിലാസമായി കണക്കാക്കിയിട്ട് ഇതൊന്നും അനശ്വരമല്ല, നശിച്ചു പോകുന്നതാണ് എന്ന് നിലനിൽക്കുന്നതല്ല, വെറും മായ കൊണ്ട് ഉണ്ടായി എന്ന് തോന്നിപ്പിക്കുന്നതാണ് എന്നുള്ളതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പിന്നെയോ നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി എന്നുണ്ട്. ഭ്രാന്തിജന്യാത് നാനാത്വാത്, അതായത് ഈ മായ ഭ്രാന്തിയിൽ നിന്നാണ് പലതും ഉണ്ട് എന്നൊക്കെ തോന്നണത്. ശരിക്കും ഇങ്ങനെ പലതായിട്ട് ജഗത്തിൽ കാണുന്നതൊന്നും പലതായിട്ടില്ല. നാനാത്വം എന്ന് പറഞ്ഞാൽ അതാണ്, പല വസ്തുക്കളായിട്ടുള്ളത്. അതൊക്കെ ഭഗവാൻ, ഒരേ ഒരു ഭഗവാന്റെ പല രൂപങ്ങളാണ്. നാനാത്വം പലതായിട്ട് തോന്നണത് ഭ്രാന്തി ജന്യാത്, ഭ്രാന്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. മായയിൽ നിന്നുണ്ടാവുന്ന ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമം, മായ കൊണ്ട് മനസ്സിനുണ്ടാകുന്ന ഭ്രമം, ആ ഭ്രമത്തിൽ നിന്നും ജനിക്കുന്നതാണ് ഈ നാനാത്വം, പലതും ഉണ്ട് എന്നുള്ള ഈ വിചാരം. മായയുടെ ഗുണമായിട്ടുള്ള ഭ്രാന്തിയിൽ നിന്ന്, ഭ്രമത്തിൽ നിന്നും ഉണ്ടാവണത് ആയ ഈ നാനാത്വ ബുദ്ധി, ആ നാനാത്വ ബുദ്ധി കാരണം എന്നാണ് ഭ്രാന്തിജന്യാത് നാനാത്വാത്, മായയിൽ നിന്നും ഉണ്ടാവുന്ന ആ ഭ്രാന്തി, ആ ഭ്രാന്തിയിൽ നിന്നും ഉണ്ടാകുന്ന ആ നാനാത്വ ബോധഭേതുവായിട്ട് സതി ഖലു ഗുണദോഷാവബോധേ, ആ നാനാത്വബോധം ആദ്യം ഉണ്ടാവും, പിന്നെ ഗുണദോഷാവബോധേ സതി ഖലു, അപ്പൊ പിന്നെ എന്തായി, പലതും ഉണ്ട് എന്നങ്ങോട്ട് തോന്നിയാൽ പിന്നെ തോന്നുകയായി ഇത് നല്ലത്, ഇത് ചീത്ത എന്നുള്ള വിചാരം. ഇത് ഗുണം ചെയ്യും, ഈ കാര്യം ചെയ്താൽ ഗുണം ചെയ്യും, ആ കാര്യം ചെയ്താൽ ദോഷം ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള വിചാരം. നാനാത്വബോധം വന്നാലാണ് ഇതുണ്ടാവുക. അതാണ്. അപ്പം അങ്ങനെ നാനാത്വബോധം ഉണ്ടായിട്ട് നാനാത്വബോധത്തിൽ നിന്ന് ഗുണദോഷാവബോധേ ഖലു സതി ഖലു, ഗുണദോഷാവബോധം ഉണ്ടാവുമ്പോ എന്നാണ്, ഇത് നല്ലത് അത് ചീത്ത എന്നുള്ള ബോധം ഉണ്ടാവുമ്പോ വിധിർവാ വ്യാസേധോ വാ, അപ്പൊ പിന്നെ വിധിയോ വ്യാസേധമോ ഉണ്ടാകുന്നു. വിധി വ്യാസേധം പറഞ്ഞാൽ, വിധി പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട കാര്യമാണ്, വ്യാസേധ പറഞ്ഞാൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ള വിചാരം ഉണ്ടാവണു. ഇതൊക്കെ മായയിൽ നിന്ന് ആദ്യം ഭ്രാന്തി ഉണ്ടാവുന്നു, ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രമം. ആ ഭ്രമം കൊണ്ടാണ് നാനാത്വ ബുദ്ധി ഉണ്ടാവുന്നത്, നാനാത്വ ചിന്ത, പലതായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുന്നത്. അങ്ങനെ നാനാത്വത്തിൽ നിന്നാണ് ഇത് ചെയ്താൽ ഗുണം, അത് ചെയ്താൽ ദോഷം എന്നുള്ള അവബോധം ഉണ്ടാകുന്നു. ആ ഗുണദോഷ അവബോധം ഉണ്ടാകുന്നു. ആ ഗുണദോഷ അവബോധം ഉണ്ടായാൽ പിന്നെ വിധി വാ വ്യാസേധോ വാ ഭവതി, വിധിയോ ഇത് ചെയ്യാൻ പാടും, ഇത് നിഷിദ്ധാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിചാരവും അപ്പോൾ ഉണ്ടാവണു. എന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ്, കഥം തൗ
എങ്ങനെയാണ് ഇത് രണ്ടും ഈ വിധി വ്യാസേധം ഇത് ചെയ്യാൻ പാടും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും ത്വയി നിഹിത മതേഹേ വീതവൈഷമ്യ ബുദ്ധേഹേ ത്വയി നിഹിത മതേഹേ നിന്തിരുവടിയിൽ നിഹിത മതിയോട് കൂടിയവൻ. നിഹിതം പറഞ്ഞാൽ വെച്ച, മതി പറഞ്ഞ ബുദ്ധി. ത്വയി നിഹിത മതി പറഞ്ഞ അങ്ങയിൽ ഉറപ്പിച്ച മനസ്സോട് കൂടിയ വീതവൈഷമ്യ ബുദ്ധേഹെ അതായത് ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചത് കാരണം വീതവൈഷമ്യ ബുദ്ധേഹെ ഈ വൈഷമ്യ ബുദ്ധി ഇല്ലാത്തവന് ഈ വിധി വ്യാസേധം ഇത് ചെയ്യാൻ പാടും ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രണ്ട് തരത്തിലുള്ള ഈ പറഞ്ഞ അത് രണ്ടും അങ്ങനത്തെ ചിന്തയൊന്നും എങ്ങനെ ഉണ്ടാവുക എന്നാണ് ചോദിക്കണതേ. അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ച ത്വയി നിഹിത മതേഹേ വീത വൈഷമ്യം. വൈഷമ്യം പറഞ്ഞാൽ നാനാത്വമാണ്. സമം പറഞ്ഞാൽ ഒരുപോലെ, സമം പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്തത്. അപ്പൊ വൈഷമ്യം പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്തത്. വീത വൈഷമ്യം പറഞ്ഞാൽ അപ്പൊ നാനാത്വ ബുദ്ധി. വീത വൈഷമ്യം പറഞ്ഞാൽ ആ നാനാത്വ ബുദ്ധി ഇല്ലാത്തവർക്ക് ഈ വിധി വ്യാസേധം ഒന്നും പിന്നില്ല. ഇത് നല്ലത്, അത് ചീത്ത, ഇത് ചെയ്യാൻ പാടും, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചിട്ട് നാനാത്വ ബുദ്ധിയേ ഇല്ലാത്തവർക്ക് പിന്നെ ഇങ്ങനത്തെ ചിന്ത എങ്ങനെ ഉണ്ടാവുക എന്നാണ് ചോദിക്കണത്. നമുക്ക് അന്വയമായിട്ട് പറയാം. അപ്പൊ ഇതില് തവ കരുണയ, അവിടുത്തെ കാരുണ്യത്താൽ തന്നെ ഭഗവാനെ വിളിച്ചിട്ട് മേൽപ്പത്തൂര് പറയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ അവിടുത്തെ കാരുണ്യത്താൽ ബന്ധുസ്നേഹം വിജഹ്യാം, ഞാൻ ബന്ധു സ്നേഹത്തിന്, അതായത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന, ബന്ധത്തിന് കാരണമാകുന്ന സ്നേഹത്തെ, മമതാബുദ്ധിയെ, എൻ്റെ എന്നുള്ള ആ ബുദ്ധിയെ വിജഹ്യാം കൈവെടിഞ്ഞു കൊള്ളാം. ത്വയി ഉപവേശിത ആത്മ, ത്വയി അങ്ങയിൽ ഉപവേശിത ആത്മ, ആത്മച്ച മനസ്സിനെ ഉപവേശിപ്പിച്ചിട്ട്, അങ്ങയിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട്, സർവം ത്യക്ത്വ സകലത്തെയും ഉപേക്ഷിച്ചിട്ട്, ചരേയം ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. സകലം അഭിജഗത്, ഈ ജഗത്ത് ആകെ സകലവും മായാവിലാസം വീക്ഷ്യ, മായാവിലാസമായി മനസ്സിലാക്കിയിട്ട്, അങ്ങനെ ഈ ജഗത്ത് മുഴുവനും മായാവിലാസം ആക്കി മനസ്സിലാക്കിയാലേ ഈ രണ്ട് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബന്ധുക്കളോടുള്ള സ്നേഹം ഉപേക്ഷിക്കാനും എല്ലാം സർവം ത്യജിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ഇതുപോലെ ഭഗവാനെ മനസ്സ് ഉറപ്പിച്ചിട്ട് ഈ ജഗത്തിനെ ആകെ മായാവിലാസമായി കണക്കാക്കിയാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഭ്രാന്തിജന്യാത് നാനാത്വാത്, ഭ്രാന്തിജന്യാത്, ഭ്രാന്തി എന്ന ഗുണം, ഭ്രമം മായയിൽ നിന്നുണ്ടാവുകയാണ്. മായയിൽ നിന്നും ഉണ്ടാകുന്ന ആ ഭ്രമം കൊണ്ടുണ്ടാകുന്ന, അതാണ് ഭ്രാന്തിജന്യാത് നാനാത്വത്താത്, നാനാത്വ ബുദ്ധി ഹേതുവായിട്ട് ഈ ലോകത്തിനെ പലതായിട്ട് കാണുന്നത് കൊണ്ട് ഗുണദോഷ അവബോധം സതി, ഗുണദോഷാവബോധേ സതി, ഗുണം ദോഷം നന്മ തിന്മകൾ എന്ന വിവേചനം അവബോധേ സതി ഉണ്ടാകുമ്പോഴാണല്ലോ, ഖലു അപ്പോഴാണല്ലോ, വിധി വാ വ്യാസേധ വാ, വിധി അതായത് ഇത് ചെയ്യേണ്ട കാര്യമാണ്, വ്യാസേധ ഇത് നിഷിദ്ധമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങളെ കൊള്ളാനും തള്ളാനും, ചിലതൊക്കെ സ്വീകരിക്കുക ചിലതൊക്കെ ഉപേക്ഷിക്കുക, അതിനുള്ള ബുദ്ധിയൊക്കെ നാനാത്വ ബുദ്ധിയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ത്വയി നിഹിതമസേഹേ,
അങ്ങയിൽ മനസ്സുറപ്പിച്ച വീതവൈഷമ്യ ബുദ്ധേഹെ, ആ നാനാത്വ ബുദ്ധി ഇല്ലാത്ത ആൾക്ക് തൗ കഥം, അത് രണ്ടും, ഈ രണ്ട് കാര്യവും എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവില്ല എന്നർത്ഥം. നാനാത്വം എന്ന ആ ബോധേ ഇല്ല. അങ്ങയിൽ മനസ്സുറപ്പിച്ചിട്ട് ആ നാനാത്വം എന്ന ബോധമേ മനസ്സിൽ നിന്നും വിട്ടൊഴിഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ആൾക്ക് ഈ നന്മ തിന്മകളെ ഒക്കെ വിവേചനമായിട്ട് രണ്ടായിട്ട് കാണലും അതൊന്നും പിന്നെ ഉണ്ടാവില്ല എന്നാണ്. അപ്പം ഇതിലെന്താണ്? ഭഗവത് കൃപ ആദ്യം ഉണ്ടാവണം, എന്നിട്ട് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് നിർത്തണം, പിന്നെ ജഗത്തിനെ ആകെ മായാവിലാസമായിട്ട് കണക്കാക്കാൻ കഴിയണം. അപ്പോഴാണ് ബന്ധുസ്നേഹത്തിനെ കൈവിടാൻ പറ്റുക. അങ്ങനെ ഒരു അവധൂതനെ പോലെ സഞ്ചരിച്ചാൽ അപ്പോഴാണ് ഈ ലോകത്തിനെ ആകെ മായയിൽ നിന്നുണ്ടാകുന്ന ഭ്രമം കൊണ്ട് എന്ന് തോന്നുന്നതാണ് സത്യത്തിലുള്ളതല്ല ഈ ലോകമൊന്നും എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ ഇത് ചെയ്യേണ്ട കാര്യം, അത് ചെയ്യേണ്ടാത്ത കാര്യം, ഇത് നല്ലത്, അത് ചീത്ത എന്നുള്ള യാതൊരു ബോധവും പിന്നെ അങ്ങനെയുള്ള ആൾക്ക് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചാൽ പിന്നെ അങ്ങനത്തെ ആൾക്ക് അങ്ങനത്തെ വിവേചന ബുദ്ധിയൊന്നും ഉണ്ടാകുന്നതല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യമായാ വിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ.